ദോശയോടൊപ്പവും ഇഡലിയോടൊപ്പവും കഴിക്കാവുന്ന ചമ്മന്തി കറി ഉണ്ടാക്കാം. തേങ്ങ തിരികെ അരച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ തിരുകാൻ പറ്റാതെ ഇത് തേങ്ങ ഇളകി വന്നതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഒരു 3 കഷ്ണം ചെറിയ ഉള്ളി വൃത്തിയാക്കിയതിന് ശേഷം അതും കൂടെ ഇട്ട് നമുക്കൊന്ന് വെള്ളമില്ലാതെ ചതച്ചെടുക്കണം. തേങ്ങ ഒരുവിധം ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള മുളകും വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചമ്മന്തിക്ക് വേണ്ട സാധനം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം, കടുക് പൊട്ടിക്കാം, കറിവേപ്പില ഇടാം, വറ്റൽമുളകുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയ ഉള്ളി വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അരപ്പിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളയ്ക്കാൻ പാടില്ല. കറിയുടെ കട്ടിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഉപ്പ് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചമ്മന്തി കറി നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയോടൊപ്പമോ ഇഡലിയോടൊപ്പമോ കഴിക്കാവുന്നതാണ്.